ഹായ് ഫ്രണ്ട്സ്, PSC ഹെൽപ്ലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. LDC ഗാന്ധി ബോർഡ് എക്സാമിനും അതുപോലെ തന്നെ VU എക്സാമിന് ആവശ്യമായ പ്രീവിയസ് ഇംഗ്ലീഷിലെ 8ാം ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് വേർഡ്സ് ഈസ് മോസ്റ്റ് സിമിലർ ഇൻ മീനിങ് ടു ദി വേർഡ് ഫീബിൾ? ഫീബിൾ ആയിട്ട് സിമിലർ മീനിങ് ഉള്ള വേർഡ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫീബിൾ എന്നാൽ ദുർബലമായ എന്നാണ് മീനിങ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഏത് ഓപ്ഷൻ തന്നിരിക്കുന്ന നോക്കാം. ഓപ്ഷൻ സി വീക്ക്, അതായത് ഫീബിൾ എന്ന് പറഞ്ഞാൽ ദുർബലമായ, അതുപോലെ തന്നെ മീനിങ് ഉള്ളതാ ചോദിക്കുന്നത്, സിമിലർ മീനിങ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി വീക്ക്. വീക്ക് എന്ന് പറഞ്ഞാലും ദുർബലമായ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡോഗ് ഈസ് ടു പപ്പി ആസ് ഗോട്ട് ഈസ് ടു. അതായത് പട്ടിക്കുട്ടിയെ പറഞ്ഞതാണ് പപ്പി എന്നത്. അതുകൊണ്ട് തന്നെ ഗോട്ടിന്റെ കുട്ടിയെ നമ്മൾ എന്ത് പറയും അതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഓപ്ഷൻ ഡി കബ്ബ്. കബ്ബ് എന്ന് പറഞ്ഞാൽ കരടി, സിംഹം തുടങ്ങിയ മൃഗങ്ങളുടെ കുട്ടിയെ പറഞ്ഞാണ് കബ്ബ് എന്നത്. അതുപോലെ കിറ്റൻ, പൂച്ചക്കുട്ടിയെ പറഞ്ഞാണ് കിറ്റൻ എന്നത്. ഓപ്ഷൻ ബി കിഡും ഓപ്ഷൻ എ ലാംബ് എന്നതും ആട്ടിൻകുട്ടിയെ പറയുന്നതാണ്. പക്ഷേ ലാംബ് എന്നത് ഷീപ്പ്, അതായത് ചെമ്മരിയാടിന്റെ കുട്ടിയെ പറഞ്ഞാണ് ലാംബ് എന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി കിഡ് ആണ് ആൻസർ. ആട്ടിൻകുട്ടിയെ പറയുന്നത് ഓപ്ഷൻ ബി കിഡ്. Third question, these are dash best collection of books I have. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ സെന്റൻസ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള ഒരു സെന്റൻസ് ആണ്. ബെസ്റ്റ് എന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള ഒരു വേർഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് മുന്നേ വരുന്ന ആർട്ടിക്കിൾ എപ്പോഴും ഓപ്ഷൻ സി ദ ആയിരിക്കും. അതായത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ വരുന്ന ഒരു വേർഡിന് മുന്നിൽ എപ്പോഴും വരുന്ന ആർട്ടിക്കിൾ ആണ് ഓപ്ഷൻ സി ദ. ഫോർത്ത് ക്വസ്റ്റ്യൻ, 20 rupees ഡാഷ് നോട്ട് എ ലാർജ് സം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 20 rupees, അതായത് ക്യാഷ്, എമൗണ്ട്, ഡിസ്റ്റൻസ്, വെയിറ്റ്, ഹൈറ്റ്, മൈൽസ്, കിലോമീറ്റേഴ്സ് തുടങ്ങിയ സബ്ജക്റ്റിനൊപ്പം വരുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. അതായത് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ഈസ് ആണ് ഇതിന്റെ ആൻസർ. സിംഗുലർ ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. ഓപ്ഷൻ ബി ഈസ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, they made the car in Germany. ഇത് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം തന്നെ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. they made the car in Germany എന്നത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പം നമുക്ക് കാണേണ്ടത് നെഗറ്റീവ് ടാഗ് ആണ്. ഇനി നമുക്ക് ഈ സെന്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടോ എന്നും നോക്കാം. they made the car in Germany എന്നതിൽ ഓക്സിലറി വെർബ് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വെർബായ മെയ്ഡ് എടുത്ത് നമുക്ക് നോക്കാം. മെയ്ഡ് എന്നത് പാസൻസ് ആണ്. അതായത് ഡിഡ് പ്ലസ് മേക്ക് ആണ് മെയ്ഡ്, അതായത് പാസൻസ് ആണ്. അപ്പൊ നമുക്ക് ഡിഡ് എന്ന ഓക്സിലറി വെർബ് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് നെഗറ്റീവ് ടാഗ് ആക്കാൻ ഡിഡിന്റ് ദേ, അതായത് പ്രൊനൗൺ എന്താ കൊടുത്തിരിക്കുന്നത് ദേ. അതുകൊണ്ട് തന്നെ ഡിഡിന്റ് ദേ എന്നാണ് വരിക. ഓപ്ഷൻ ഡി ഡിഡിന്റ് ദേ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഐ ടുക്ക് എ ഷവർ ഡാഷ് ആൻഡ് ഗോട്ട് ഇൻ ടു ദി കാർ. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടുക്ക് എ ഷവർ, അതായത് ഇതിൽ തന്നിരിക്കുന്ന വെർബിനെ വിശേഷിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് കാണേണ്ടത്. ടുക്ക് എ ഷവർ എന്നാൽ കുളിക്കുക എന്നത്. ടേക്ക് എ ഷവർ, ടുക്ക് എ ഷവറിന്റെ പ്രസന്റ് ടെൻസ് ആണ് ടേക്ക് എ ഷവർ എന്നത്. ടേക്ക് എ ഷവർ എന്ന് പറഞ്ഞാൽ കുളിക്കുക എന്നത്. എങ്ങനെ കുളിച്ചു എന്ന് ചോദിച്ചാൽ വേഗത്തിൽ എന്നാണ് മറുപടി പറയുക. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ക്വിക്ക്ലി എന്നാണ് ആൻസർ വരിക. അപ്പോൾ ഓപ്ഷൻ ബി ക്വിക്ക്ലി. സെവൻത് ക്വസ്റ്റ്യൻ, Manu uses internet for 2 hours daily. Change the voice of the verb. പാസീവ് വോയിസിലേക്ക് മാറ്റാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ സെന്റൻസ് നോക്കാം. മനു യൂസസ് ഇന്റർനെറ്റ് ഫോർ 2 hours daily. അതായത് ഈ സെന്റൻസിൽ ഡെയിലി എന്നൊരു വേർഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സെന്റൻസ് പ്രസന്റ് ടെൻസ് ആണ്. നമുക്കതിനെ പാസീവ് വോയിസിലേക്ക് എഴുതുമ്പോൾ ടെൻസ് മാറാൻ പാടില്ല. പക്ഷേ വെർബിന്റെ V3 ഫോമാണ് എഴുതേണ്ടത്. നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതായത് മനു യൂസസ് ഇന്റർനെറ്റ് ഫോർ 2 hours ഡെയിലി. പ്രസന്റ് ടെൻസിലാണ്. നമുക്ക് ആദ്യം ഒബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആർ പ്ലസ് V3 പ്ലസ് RPS, അതായത് റിമൈനിങ് പാർട്ട് ഓഫ് ദി സെന്റൻസ്. ആ സെന്റൻസിലെ നമ്മൾ എഴുതിയതല്ലാണ്ട് വേറെ ഏതെങ്കിലും വേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെയാണ് എഴുതേണ്ടത്. റിമൈനിങ് പാർട്ട് ഓഫ് ദി സെന്റൻസ് പ്ലസ്
ബൈ പ്ലസ് സബ്ജക്റ്റ്. ആ നമുക്ക് എഴുതേണ്ടത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് നമുക്ക് ഏതാ എഴുതേണ്ടത്? അതായത് വെർബിന്റെ തൊട്ടടുത്ത്, ഇതിൽ ഏതാ വെർബ്? യൂസസ് എന്നത്. അതിന്റെ വെർബിന് തൊട്ടടുത്ത് ഏതാണ്? ഇന്റർനെറ്റ്. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റ് ഇന്റർനെറ്റ്. പിന്നെ ഈസ് അല്ലെങ്കിൽ ആർ ആണ് വേണ്ടത്. ഇന്റർനെറ്റ് എന്നത് ഒരു സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഈസ് എന്ന് ഉപയോഗിക്കാം. ഈസ്. പിന്നെ V3, വെർബിന്റെ V3, വെർബ് ഏതാണ്? യൂസസ്. V3 യൂസ്ഡ്. ഇനി അടുത്തത് റിമൈനിങ് പാർട്ട് ഓഫ് ദ സെന്റൻസ് എന്നാണ് പറഞ്ഞത്. റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ് ഏതാ? ഫോർ 2 hours ഡെയിലി. നമുക്ക് ഈ സെന്റൻസിലെ ഇത്രയും കണ്ടുപിടിച്ചാൽ മതി. എന്താ വെച്ചാൽ ഓപ്ഷനിൽ അതുവരെ കൊടുത്തിട്ടുള്ളൂ, ബാക്കി നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് ഈസ് യൂസ്ഡ് ഫോർ 2 hours ഡെയിലി എന്നാണ് വരിക. ഇതിൽ ഓപ്ഷൻ ഏതാണ്? ഇന്റർനെറ്റ് ഈസ് യൂസ്ഡ് ഫോർ 2 hours ഡെയിലി. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ എ. 8th question. A person who suffered for a noble cause is called. ഈ ക്വസ്റ്റ്യൻ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എ പേഴ്സൺ ഹൂ സഫേർഡ് ഫോർ എ നോബിൾ കോസ്, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹത്തായ കാരണത്താൽ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്ത് പറയും? അതായത് മഹത്തായ ഒരു സംഭവത്താൽ. അപ്പോൾ ഓപ്ഷൻ എ മാർട്ടിയർ. മാർട്ടിയർ പറഞ്ഞ രക്തസാക്ഷി. അപ്പൊ ഇതിലെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ മാർട്ടിയർ. 9th question. ഷീ ഡാഷ് സിംഗിങ് വെൻ ഐ എന്റേർഡ് ദ റൂം. ഈ സെന്റൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നിരിക്കുന്ന വെർബ് പാസൻസ് ആണ്. തന്നിരിക്കുന്ന വെർബ് എന്റേർഡ് എന്നത് പാസൻസ് ആണ്. അതുകൊണ്ട് തന്നെ കൂടെ വരേണ്ട വെർബും പാസൻസ് തന്നെ ആയിരിക്കണം. അപ്പോൾ ഓപ്ഷൻസിൽ ഏതാ പാസ്റ്റ്? ഓപ്ഷൻ ഡി വാസ്. അപ്പൊ ഇതിൽ ആൻസർ ഓപ്ഷൻ ഡി വാസ്. 10th question. ഷീ മെറ്റ് ഹിം ഡാഷ് ഇയർ എഗോ. ഇത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സാധാരണ ഇയർ എന്നതിനെ മലയാളത്തിൽ ഇയർ എന്നാണ് പറയുക. ശരിക്ക് ഇയറിന്റെ പ്രൊനൗൺസിയേഷൻ ഇയർ അല്ലെങ്കിൽ ഇയർ എന്നാണ്. അതുകൊണ്ട് തന്നെ ഇയർ എന്ന് പറയണം തെറ്റാണ്. ഇയർ അല്ലെങ്കിൽ ഇയർ എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെ ഫസ്റ്റ് ലെറ്റർ ആയ യാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. യാ എന്നത് വ്യഞ്ജനാക്ഷര ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ വ്യഞ്ജന ശബ്ദത്തിൽ വരുന്ന ഏതൊരു വേർഡിന്റെ മുന്നിലും എ ആണ് ഉപയോഗിക്കുക. വ്യഞ്ജന ശബ്ദത്തിൽ വരുന്ന ഏതൊരു വാക്കിന് മുന്നിലും എ ആണ് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഇതിലെ ആൻസർ ഓപ്ഷൻ സി എ. സ്വരാ ശബ്ദത്തിന് മുന്നിൽ വരുന്നത് ആൻ. നിങ്ങൾ അത് ഓർത്ത് വെക്കണം. പിന്നെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ എന്ത് വരും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മലയാളത്തിൽ യൂണിവേഴ്സിറ്റി എന്ന് എഴുതുമ്പോൾ യാണ് ആദ്യമേ എഴുതുന്നത്. യൂണിവേഴ്സിറ്റി എന്ന് എഴുതുമ്പോൾ യാ ആണ് വരുന്നത്. യാ എന്നത് വ്യഞ്ജന ശബ്ദമാണ്. വ്യഞ്ജന ശബ്ദത്തിന് മുന്നിൽ എ എന്നാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ സാധാരണ പഠിച്ചു വെച്ചിട്ടുണ്ട് വവ്വൽസിൽ എ ഇ ഐ ഒ യു എന്നത്. ഈ ലെറ്റേഴ്സിന്റെ മുന്നിൽ ഈ ലെറ്റേഴ്സ് വരുന്ന ഒരു വേർഡിന്റെ മുന്നിൽ ആൻ എന്ന് ഉപയോഗിക്കണം എന്നത്. പക്ഷേ എല്ലാ ലെറ്റേഴ്സിന്റെ മുന്നിലും ഈ ലെറ്റർ വരുന്ന ഏതൊരു വാക്കിന് മുന്നിൽ ആൻ എന്ന് ഉപയോഗിച്ചാൽ അത് തെറ്റായി പോകും. അപ്പൊ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ശരിക്കും നമ്മൾ മലയാളത്തിലെ സ്വരാക്ഷരം അല്ലെങ്കിൽ വ്യഞ്ജനാക്ഷര ശബ്ദം നമ്മൾ നോക്കിയാൽ മതി. യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ യാ ആണ് വരുന്നത്. യാ എന്നത് വ്യഞ്ജന ശബ്ദമാണ്. ആ ശബ്ദത്തിന് മുന്നിൽ എ എന്നാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഇതിലെ ആൻസർ ഓപ്ഷൻ സി എ. 11th question. I used to dash when I was a child. ഈ സെന്റൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് യൂസ്ഡ് ടു. ഇതിലെ സബ്ജക്റ്റ് ഐ. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് യൂസ്ഡ് ടു വന്നാൽ വെർബിന്റെ V1 ഫോമാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് സബ്ജക്റ്റ് പ്ലസ് യൂസ്. നിങ്ങളിത് ഓർത്ത് വെക്കും. ഇതൊക്കെ ഈ ഇംഗ്ലീഷിൽ ഇതൊക്കെ എന്ന് പറഞ്ഞ ഓരോ ചില ട്രിക്കുകളാണ്. നിങ്ങളത് ഓർത്ത് വെക്കണം. സബ്ജക്റ്റ് പ്ലസ് യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ വെർബിന്റെ V1 ഫോം. തന്നിരിക്കുന്ന വെർബിന്റെ V1 ഫോം ഏതാണ്? ഓപ്ഷൻ ഡി ഡാൻസ്. 12th question. The baby walked slowly. In this sentence slowly is. ഈ സെന്റൻസിലെ സ്ലോലി എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ അഡ്ജക്റ്റീവ് നാമവിശേഷണം. ഓപ്ഷൻ ബി അഡ്വർബ് ക്രിയാവിശേഷണം. ഓപ്ഷൻ സി പ്രൊനൗൺ സർവനാമം. ഓപ്ഷൻ ഡി നൗൺ നാമം.
ഇതിലെ സ്ലോലി എന്ന് പറയുന്നത് വാക്കിടിനെ വിശേഷിപ്പിക്കുന്നതാണ് സ്ലോലി. വാക്കിട് എന്നാൽ ക്രിയ, അപ്പൊ ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ് സ്ലോലി. അപ്പൊ നമ്മൾ എന്ത് പറയണം? അഡ്വേർബ്. അപ്പൊ ഓപ്ഷൻ ബി അഡ്വേർബ് ആണ് ആൻസർ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതായിരിക്കും. താങ്ക്